Hi all, welcome back to Crazy Veg. ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈരാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം റവ അളന്നെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളവും എടുക്കുക. ചൂട് വേണമെന്നൊന്നുമില്ല, സാധാരണ തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇളക്കി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഉഴുന്നൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്താൽ മതി. ഉഴുന്ന് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 കശുവണ്ടി പരിപ്പ് മുറിച്ചതും ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം ആ നെയ്യോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന റവ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില എടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം മാവ് കുറച്ച് കുറുകിയതുപോലെ ഉണ്ടാവും, പക്ഷേ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ റവ ഇഡ്ഡലി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കുറച്ച് കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആവിയിൽ അത് വെന്ത് വരികയും ചെയ്യും, നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവസാനം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ പെട്ടെന്നത് മാവ് ഒന്ന് പൊങ്ങി വരുള്ളൂ. ഇനി റവ ഈ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഇതേ രീതിയിൽ തന്നെ 1 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. 1 മണിക്കൂറെങ്കിലും വെച്ചാലേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമ്മൾ ഇഡ്ഡലിയുടെ പാത്രം എടുത്തിട്ട് ഗ്രീസ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 ഭാഗം മാവ് നിറച്ച് കൊടുക്കാം. ഈ ഒരു കപ്പ് റവയുടെ ഈ ഒരു ബാറ്റർ കൊണ്ട് ഒരു 15-16 ഇഡ്ഡലി ഇതേ വലിപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റീമറിൽ വെള്ളം ഓൾറെഡി വെക്കുക. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കണം. 12 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും നമുക്ക് കറക്റ്റായിട്ട് ആയി കിട്ടാനായിട്ട്. 12 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു 12 മിനിറ്റിന് ശേഷം. അത് കഴിഞ്ഞ് 3 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെച്ചിട്ട് ആണ് ഞാൻ ആ പാത്രം തുറന്നെടുത്തത്. അപ്പോൾ ഇത് പുറത്തെടുത്തിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.